പേടിച്ചു പോയോ? ഗോപേട്ടൻ ഈ തമാശ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. തമാശ അല്ല പെണ്ണേ, കാര്യമാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് അല്പം ഒന്ന് ശൃംഖരിക്കാമെന്ന് വെച്ചാൽ വേണ്ട, ഞാൻ അമ്മോട് പറയും. അയ്യോ ഇപ്പൊ വേണ്ട, പറഞ്ഞാലേ അമ്മായി കല്യാണം നടത്താൻ നിർബന്ധിക്കും. അതിനു മുമ്പുള്ള ജീവിതം ഒന്ന് ആസ്വദിച്ചിട്ട് പോരെ ഈ കല്യാണമൊക്കെ. ഗോപേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ പ്രശ്നം ഈസി ആയില്ലേ? ഞാനേ എന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയാറുണ്ട്, എനിക്ക് പൈങ്കിളി പോലൊരു മുറപ്പെണ്ണുണ്ട്, ഒന്ന് തൊട്ടാൽ പരിഭവിക്കുന്ന പെണ്ണാണെന്നൊക്കെ. എന്താ ശരിയല്ലേ? വേണ്ട ഗോപേട്ട. രമ എന്തിനാ പേടിക്കുന്നത്? എന്താ ഞാൻ അന്യനാണോ? വരൂന്നേ, പ്ലീസ് വാ, വരൂന്നേ. വേണ്ട ഗോപേട്ട. പ്ലീസ് രമേ. രമേ, രമേ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ രമയെ കാപ്പി കുടിക്കാൻ വിളിക്കാനാണോ ഈ വാതിലും ചാരി ചെവി ഓർത്ത് നിൽക്കുന്നത്? എന്താ എന്താ ഇവിടെ? എന്താ മോനെ ഗോപ? അമ്മായി ഒന്ന് കേൾക്ക്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്. പലതും പറയും, അത് ഇവർക്ക് ഒളിച്ചു കേൾക്കേണ്ട കാര്യമുണ്ടോ? ഗോപേട്ട നീ മിണ്ടായിരേ. പെണ്ണുങ്ങളായ സാമാന്യം അറിഞ്ഞിരിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതെങ്ങനെ പഠിക്കാനാ ഗോപ? തറവാട്ട് ഗുണമല്ലേ, പാത്തും പതുങ്ങിയും കാട്ടുതിന്നും ജീവിച്ച പാരമ്പര്യമല്ലേ. അമ്മേ അമ്മേ, അവക്ക് ഭർത്താവിനോട് ശൃംഗരിക്കാൻ കഴിയാത്തോണ്ടുള്ള അസൂയാണ്. പ്രിയപ്പെട്ട രവിച്ചേട്ടന് എഴുതരുതെന്ന് പലപ്പോഴും വിചാരിച്ചതാണ്. സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് എഴുതി പോകുന്നു. ചേട്ടൻ പോയതിനു ശേഷം അമ്മ എന്നെ കൂടുതൽ ഉപദ്രവിക്കാൻ തുടങ്ങി. ആത്മഹത്യ ചെയ്താൽ എന്തെന്ന് പോലും ചിലപ്പോൾ തോന്നാറുണ്ട്. ചേട്ടനെ കുറിച്ചോർത്ത് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടരുതായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇന്നലെ എന്റെ വയറ്റത്തിട്ട് അമ്മ ചവിട്ടി. എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന്റെ ജീവനെ പറ്റി പോലും എനിക്ക് ഭയം തോന്നുന്നു. എന്റെ വയറ്റത്തിട്ട് അമ്മ ചവിട്ടി. എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന്റെ ജീവനെ പറ്റി പോലും എനിക്ക് ഭയം തോന്നുന്നു. എന്താ രവി എഴുതിയിരിക്കുന്നത് നോക്ക്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ട അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അമ്മ അവളെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. വിമലയുടെ വയറ്റിൽ കിടക്കുന്നത് എന്റെ കുഞ്ഞാണ്. അമ്മ അവളെ തല്ലിയും ചവിട്ടിയും ആ കുഞ്ഞിനെ കൂടി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ജീവിതം മടുത്തു.
ഇനി നിങ്ങൾ ആരും എന്നെ കാണില്ല എന്ന് രവി. എന്റെ ഈശ്വര. അയ്യോ. സാർ, ഒരു ടെലഗ്രാം ഉണ്ട്. അങ്ങനെ ഒരു സാഹസം രവീന്ദ്രൻ സാർ കാണിക്കുമെന്നാ എന്റെ ഒരു സംശയം. കുറച്ച് നാളുകളായി സാർ വളരെ അസ്വസ്ഥനായിരുന്നു. ഈ ജീവിതം തന്നെ മടുത്തു എന്ന് അദ്ദേഹം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാറിനെ കാണായാതെ ദിവസം ഒരാൾ റെയിൽവേ ബ്രിഡ്ജിൽ നിന്നും പുഴയിലേക്ക് ചാടുന്നതായി കണ്ടവരുണ്ടല്ലോ. അപ്പോ ഏതായാലും സാറിന്റെ പെട്ടി മറ്റും കൊണ്ടുപോയിക്കോളൂ. മേശയുടെ വലിപ്പിൽ നിന്നും ഒരു കത്തും കിട്ടിയിട്ടുണ്ട്. അത് രവീന്ദ്രൻ സാറിന്റെ ഭാര്യയുടേതാണെന്ന് തോന്നുന്നു. എന്താ മോനെ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ മോനെ. ചേട്ടൻ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. പലരും പലതും പറയുന്നുണ്ട്. പുഴയിൽ ചാടി. എന്റെ ദൈവമേ. ചേട്ടത്തിയുടെ ഈ കത്ത് കിട്ടിയതാ കാരണമെന്നാ പറയുന്നത്. ഇടി മഹാഭാവി, നീ എന്റെ മകനെ കൊന്നു. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചേട്ടനൊന്നും സംഭവിച്ചു കാണില്ല. ചേട്ടത്തിയുടെ വിവരങ്ങൾ അറിഞ്ഞ് ദുഃഖം സഹിക്കാനാവാതെ നാട് വിട്ടുപോയതായിരിക്കും. എന്റെ മോനിനി എന്റെ കൂടെ താമസിച്ചാ മതി. ഉദ്യോഗം ഇല്ലെങ്കിൽ വേണ്ട. എന്റെ മനസ്സിന് പിടിച്ച ഒരു പെണ്ണിനെ നീ വേഗം കല്യാണം കഴിക്കണം. എന്നിട്ട് അവളെ എന്റെ കൂടെ താമസിപ്പിക്കണം. എങ്കിലും എന്റെ സങ്കടം തീരും. ഈ കുടുംബത്തിന് യോജിച്ച ഒരു പെണ്ണിനെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ വിവാഹം നടത്തി ഈ ഭാർഗവീ മന്ദിരത്തിനുണ്ടായ എല്ലാ ശാപവും രാജൻകുഞ്ഞ് തീർത്തു തരണം. തന്നേ പറ്റൂ. എന്റെ മോൻ നാളെ തന്നെ പോയി ആ പെണ്ണിനെ ഒന്ന് കാണണേ. എന്തിന്? ഒരു ലോകബോധ്യത്തിന്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ ദേഷ്യപ്പെടരുത്. അയ്യോ, ദേഷ്യമോ? നിന്നോടോ? എന്റെ മോൻ കാര്യം പറ. എന്റെ വിവാഹം കഴിഞ്ഞു. പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് എനിക്ക് പറയാതെ നടത്തേണ്ടി വന്നു. നാരായണ നാരായണ, ഞാൻ എന്തായി കേൾക്കുന്നത്? അച്ഛനില്ലാത്ത 3 മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ ഗതി ഇതാണോ? രവിയുടെ 7ാമത്തെ വയസ്സിൽ. അമ്മേ, അച്ഛനില്ലാതെ ഞങ്ങൾ വളർത്തിയ കഥ ഞാൻ ഒരുപാട് കേട്ടതാണ്. അതെ, രാജൻകുഞ്ഞിന് അന്ന് 4 വയസ്സ്. താൻ പോടൂ. അമ്മമാര് മക്കളെ വളർത്തുന്നത് അത്ര വലിയ ത്യാഗമൊന്നുമല്ല, അതവരുടെ കടമയാണ്. ഇനി ഈ വീട്ടിൽ കാലൂറ്റി പോരും. ഞാൻ ഇറങ്ങിയേക്കാം. ആരോഗ്യമുള്ള ഒരു ശരീരം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്കറിയാം. അന്ന് അമ്മ ഇവിടുന്ന് അവമാനിച്ചയച്ച അഡ്വക്കേറ്റ് ഭാസ്കര മേനോന്റെ മകൾ ഗീതയാണ് എന്റെ ഭാര്യ. അവളും വിദ്യാഭ്യാസമുള്ളവളാണ്. ഞങ്ങൾ അവിടെ സുഖമായി ജീവിച്ചോളാം. അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കാം. പക്ഷെ ഒരു അപേക്ഷ മാത്രം, ഇനിയെങ്കിലും അന്തസ്സോടെ പെരുമാറാൻ പഠിക്കണം. എടാ, എന്നെ പഠിപ്പിക്കാൻ വരുന്നു. നിന്നെപ്പോലെ ഒരു മോൻ എനിക്ക് ഇല്ലെന്ന് വിചാരിച്ചു. ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന്. നമസ്കാരം. ഉടനെ പൊയ്ക്കോളാം. ചേട്ടത്തി, ഈ വീട്ടിൽ വന്നതിന് ശേഷം ചേട്ടത്തിക്ക് ഒരുപാട് ദുഃഖങ്ങൾ സഹിക്കേണ്ടി വന്നു. ചേട്ടത്തി പ്രസവിക്കുന്ന കുഞ്ഞിനെ കാണുമ്പോൾ അമ്മയുടെ സ്വഭാവം മാറാതിരിക്കില്ല. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞങ്ങളുടെ അടുത്ത് വരണം. ഞാൻ അഡ്രസ് തരാം. ചേട്ടത്തിക്ക് അവിടെ സുഖമായി കഴിയാം. പോയ കാര്യം എന്തായി? ചേട്ടൻ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. സ്കൂളിലും അന്വേഷിച്ചു. ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ചേട്ടത്തിയുടെ കാര്യ കഷ്ടമായത്. പാവം, അമ്മ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. തീരെ സഹിക്കാനാവാതെ വന്നാൽ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി. നമ്മുടെ കാര്യം പറഞ്ഞു. പറഞ്ഞ ഉടനെ അവിടുന്ന് ഇറക്കി വിടുകയും ചെയ്തു. അപ്പോ ഇനി അങ്ങോട്ട് കയറി ചെല്ലണ്ട.
ഇനി എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ജീവിക്കും, അല്ലാതെ എന്താ? നീ എന്ന് കുറച്ച് കാപ്പി ഇട്, ഞാൻ ഒന്ന് കുളിക്കട്ടെ. എത്ര നേരമായിട്ട് നീ വിളിക്കുന്നു? വിളിച്ച് എന്റെ തൊണ്ട പൊട്ടാറായി. എന്താണ് നിനക്ക് അനക്കമില്ല അല്ലേ? ഞാൻ കേട്ടില്ല അമ്മേ. എന്താ നിന്റെ കാലം പൊട്ടിപ്പോയോ? അതോ ഞാൻ പറയുന്നത് അനുസരിക്കില്ല എന്നാണോ? ഇതുകൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ. ഞാൻ വരാം അമ്മേ. നിന്റെ സൗകര്യത്തിന് നിൽക്കുന്നവളല്ല ഈ ഭാർഗവിയമ്മ. അവിടെ ഇപ്പൊ വരാം. മോളെ, നമ്മളെല്ലാം കാണുന്നുണ്ട്. ഈ വിഷമങ്ങളൊക്കെ സഹിച്ച് മോള് ഇവിടെ കഴിയുന്നെന്തിന്? എനിക്കൊരു വിഷമവുമില്ല മൊയ്തുക്ക. എന്ന് ഈ പറയും. പക്ഷെങ്കില് എന്റെ മുഖത്തിന് നുണ പറയാൻ കഴിയൂല മോളെ. നമ്മള് അങ്ങോട്ട് വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട്. നമ്മളും ഐസും ഈ നാട്ടിൽ നിന്ന് പോവാ മോളെ. എങ്ങോട്ട്? വയനാട്ടില് നമുക്കൊരു അമ്മായി, അവിടെ ഇത്തിരി ഭൂമിയും നിലവുണ്ട്. ഇനിയുള്ള കാലം അവിടെ കഴിയാന്ന് വിചാരിക്കാം. മൊയ്തുക്ക കൂടി പോയാൽ എന്റെ മോള് തനിച്ചാവും. ഈ ആട്ടും തുപ്പും സഹിച്ച് ഇവിടെ കഴിയണ്ട. എന്റെ കൂടെ പോര്. ഞമ്മക്ക് ഏതായാലും മക്കളില്ല. എന്റെ സ്വന്തം മോളായിട്ട് അനക്ക് അവിടെ കഴിയാം. വേണ്ട മൊയ്തുക്ക, ഇതെന്റെ ഭർത്താവിന്റെ വീടാണ്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഈ തറവാട്ടിലേതാണ്. എത്ര നരകം അനുഭവിക്കേണ്ടി വന്നാലും ഈ വീട് വിട്ട് ഞാൻ വരില്ല. മോളെ, ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാല് അന്നോല് കൊല്ലാതെ കൊല്ലും. അതിനിട കൊടുക്കണ്ട. ഉള്ള കഞ്ഞിയും വെള്ളവും കുടിച്ച് അനക്ക് അവിടെ സന്തോഷമായിട്ട് കഴിയാം. ഐസും അന്നൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുക. ഇതൊക്കെ പൊയ്ക്കോളൂ. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. എന്നെങ്കിലും എന്റെ രവിച്ചേട്ടൻ തിരിച്ചു വരും. അതുവരെ ഞാൻ എല്ലാം സഹിച്ചിവിടെ കഴിഞ്ഞോളാം.